അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ഭംഗിയുള്ള അഹദൻ എന്നല്ല പറഞ്ഞത്, ഷെയ്അൻ, ഒന്നിനെയും കണ്ടിട്ടില്ല. എങ്ങനെയായിരുന്നു നബിയെ കാണാൻ? മഹാനായ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രകാശപൂരിതമായ ഒരു രാത്രിയിൽ, അഥവാ 14-ാം രാവിന്റെ ഒരു രാത്രിയിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണുകയുണ്ടായി. ഫജഅൽതു അൻദുറു ഇലൽ ഖമർ വഇലാ വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാന ഇൻദി അഹ്സന മിനൽ ഖമർ. 14-ാം രാവിലെ ചന്ദ്രനുള്ള ഒരു രാത്രിയിൽ റസൂലുള്ളാഹി എന്റെ മുന്നിൽ, ഞാൻ ചന്ദ്രനിലേക്ക് നോക്കി, നബിയുടെ മുഖത്തേക്കും നോക്കി. ആ ചന്ദ്രനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചാൽ ഹത്താ കഅന്ന വജ്ഹഹു ഖിത്അത്തുൻ മിനൽ ഖമർ, ചന്ദ്രന്റെ ഒരു കഷ്ണം നബിയുടെ മുഖത്തുള്ളത് പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചാൽ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു ഷൈഅൻ അഹ്സന മിൻ വജ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്ന അശംസ തജ്രി ഫീ വജ്ഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ ഭംഗിയുള്ള അഹദൻ എന്നല്ല പറഞ്ഞത്, ഷൈഅൻ, ഒന്നിനെയും കണ്ടിട്ടില്ല. മനുഷ്യരിൽ ഒരു വസ്തുവിനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്കാൾ ഭംഗിയുള്ള ഒരു വസ്തുവും ഞാൻ കണ്ടിട്ടില്ല. സൂര്യൻ നബിയുടെ മുഖത്തുകൂടെ സഞ്ചരിക്കുന്നത് പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ഭംഗിയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്.